കരങ്ങൾ രണ്ടൊന്ന് കൂപ്പിപ്പിടിക്കാമോ? കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ദൈവത്തെ നമുക്ക് നേരിട്ട് കണ്ട് ആരാധിക്കാൻ പറ്റുന്നു എന്നുള്ളത്. ഈശോയെ, ഞങ്ങൾ ഈ ദിവസം ഈ മണിക്കൂറിൽ അല്പസമയം അങ്ങേ ആരാധിക്കുന്ന ഈ ഒരു നിമിഷങ്ങളിൽ അങ്ങയുടെ വലിയ കൃപാ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങ് ഞങ്ങളെ കാണുന്നത്, ഞങ്ങൾ അങ്ങയെ കാണുന്നത് അത്ര അമൂല്യമായൊരു സമയമാണ്. അവർണ്ണനീയമായി ദാനത്തിന് കർത്താവെ അങ്ങേക്ക് സ്തുതി എന്ന പൗലോസ്ലീഹയുടെ ആ വാക്യങ്ങൾ ഞങ്ങൾ ഈ സമയം തിരിച്ചറിയാൻ ഞങ്ങൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ്, അവർണ്ണനീയമായ ദാനമാണ്. ഈശോയെ, ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ പറ്റുന്നു, അങ്ങേക്ക് ഞങ്ങളെയും കാണാൻ പറ്റുന്നു. ഈശോ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈശോ കൊടുത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങാം. പ്രാർത്ഥന ഗാനത്തോട് ചേർന്ന് സർവശക്തനായ ദൈവത്തെ, നമ്മളെ നോക്കുന്ന നമ്മുടെ ഈശോയെ കണ്ണ് തുറന്ന് കാണാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോ നമുക്ക് സ്വീകരിക്കാം. യേശുനാഥ, വാവ സ്നേഹനാഥ, വാവ യേശുനാഥ, വാവ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ, ഓ സ്നേഹമേ നീ, വാവ യേശുനാഥ, വാവ സ്നേഹനാഥ, വാവ യേശുനാഥ, വാവ സ്നേഹനാഥ. കണ്ണുകൾ തുറന്ന് ഈശോ എന്ന് നോക്കാവോ? കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ഈശോയെ മാത്രം നോക്കുക, മറ്റൊന്നും നമ്മുടെ ഉള്ളിലേക്ക് വരണ്ട. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈ സമയം ഈശോയുടെ കരങ്ങളെ കൊടുത്ത് വലിയൊരു സ്നേഹം തിരിച്ചറിയുക. കർത്താവിൻ്റെ വലിയ കൃപയിലാണ് നമുക്ക് ഇന്നൊരു പുതിയ ദിവസം നമ്മൾ ജീവിച്ചത്. ഓരോ മണിക്കൂറുകളും കടന്നു പോകുമ്പോൾ ഈശോയുടെ വലിയ കൃപയാണ് നമ്മളെ നയിച്ചത്. പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായം 1-ാം വാക്യം, നമുക്കൊരു നിധി ലഭിച്ചിരിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ നമ്മുടെ ജീവിതത്തെ ഒരു നിധിയായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സഹനങ്ങളും വേദനകളും എന്തൊക്കെ കഷ്ടപ്പാടുകൾ വന്നാലും പൗലോസ്ലീഹ നമ്മളോട് പറയാണ്, നമ്മൾ ഭഗ്നാശരാവുന്നില്ല. നമുക്ക് വലിയ ധൈര്യമുണ്ട്. നമ്മുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു പോയാലും ആന്തരിക മനുഷ്യൻ ഓരോ ദിവസവും ശക്തി പ്രാപിക്കുകയാണ്. ഇന്നത്തെ ക്ലേശങ്ങൾ നിസാരമാണ്, നാളെ വരാനിരിക്കുന്ന മഹത്വമോ എത്രയോ വലുതാണ്. അതുകൊണ്ട് നമ്മൾ ഭഗ്നാശരാവുന്നില്ല, നമ്മൾ നിരാശപ്പെടുന്നില്ല. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നിങ്ങളായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഈ സമയം ആരാധിക്കണം. നമ്മൾ ഭഗ്നാശരാവുന്നില്ല. പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന നമുക്ക് നിരാശപ്പെടാൻ പറ്റില്ല. പ്രത്യാശയോടെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഈശോയെ, ഈ സമയം അങ്ങേ ആരാധിക്കുന്ന അങ്ങയുടെ മക്കളിലേക്ക് വലിയ കൃപ ചൊരിയണം. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കണ്ണു തുറന്ന് ഈശോയെ കണ്ടോ. നമ്മുടെ നല്ലൊരു സമയം നമ്മൾ മാറ്റി വെച്ചിട്ടാണ് നമുക്ക് നല്ല സമയം തന്ന ഈശോയുടെ മുമ്പിൽ നമ്മൾ ആയിരിക്കുക. നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയം ഇതാണ്. നമ്മൾ ഈശോയെ കാണുന്നു, ഈശോ നമ്മളെയും കാണുന്നു. ഈശോ തന്നെ നോക്കിക്കും. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും എന്തൊക്കെ വന്നാലും അത് ഈശോയ്ക്ക് കൊടുക്കുക. നമ്മളിങ്ങനെ വിചാരിച്ചിട്ടില്ലേ, ചില സമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധ തെറ്റുന്നു, പല കാര്യങ്ങളിലൊക്കെ ചിന്തിക്കുന്നു, വീടിനെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ പ്രിയപ്പെട്ടവരെക്കുറിച്ചോ ഒക്കെ. ചില സമയത്ത് ഈ അശ്രദ്ധ ഒരു അനുഗ്രഹമായിട്ട് മാറും.
ഇപ്പം അങ്ങനെ ശ്രദ്ധ തെറ്റുന്നുണ്ടെങ്കിൽ, മനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ഓടി വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ പ്രാർത്ഥനയായിട്ട് ഈശോ കൊടുക്കുക. നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ വീടിനെ കുറിച്ച് ചിന്ത വന്നോ, വീട് ഒരു പ്രാർത്ഥനയായിട്ട് ഈശോയ്ക്ക് കൊടുക്കുക. നിങ്ങളിനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വന്നോ, ശ്രദ്ധ തെറ്റിയാന്ന് വിചാരിച്ച് സങ്കടപ്പെടണ്ട, അത് ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെ ഓർത്ത് ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, മുട്ടുകുത്തിയൊന്ന് ആരാധിക്കാൻ പറ്റുന്നില്ലോ എന്ന് ഓർത്ത് വേദനിക്കായിരിക്കും. നിങ്ങളുടെ മനസ്സോടെ ഒത്തിരി സങ്കടങ്ങൾ കടന്നുകൊണ്ടാവും. ശ്രദ്ധ തെറ്റിയതല്ല, ആ ശ്രദ്ധ തെറ്റിയത് ഒരു അനുഗ്രഹമാക്കി മാറ്റുക. ഇപ്പം എന്തിനെക്കുറിച്ചാണോ ഓർക്കുന്നത് അതൊരു പ്രാർത്ഥനയായിട്ട് ഈശോയ്ക്ക് കൊടുക്കുക. ഈശോ, ഞാനിത് നിൻ്റെ കയ്യിലോട്ട് തരുവാന്ന് പറ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഓർമ്മ വന്നോ, ഈശോയുടെ കയ്യിലോട്ട് കൊടുത്താൽ ബി ഫ്രീ. ഇത് അശ്രദ്ധയല്ല, ഇതൊരു പ്രലോഭനമല്ല. ഇപ്പം ഈ സമയം ഈശോ ആരാധിക്കുമ്പോൾ ഇതൊരു പ്രാർത്ഥനയാക്കി മാറ്റുക. 2 കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. ഈ തുറന്നു പിടിച്ച കയ്യിൽ എല്ലാ സങ്കടവും കൊടുക്കുക, എല്ലാ പേടി ഈശോയ്ക്ക് കൊടുക്കുക. ഒരു കുഞ്ഞ് അപ്പനോട് പറയുന്ന പോലെ, അമ്മയോട് പറയുന്ന പോലെ ചുമ്മാ അങ്ങ് കൊടുത്തേ. നമുക്ക് വേറെ ആരുടെ കയ്യിലോട്ട് ഇതെല്ലാം കൊടുക്കാനുള്ള? നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടല്ലോ, നമ്മളെ അനുഗ്രഹിക്കാൻ ഒരാളുണ്ടല്ലോ, നമ്മളെ കാണാൻ ഒരാളുണ്ടല്ലോ. പഴയ നിയമത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നില്ലേ, ഉൽപ്പത്തി 16 ഈ ഹാഗാർ ഇങ്ങനെ പറയുന്നുണ്ട്, എൽ റോയി, എന്നെ കാണുന്ന ദൈവത്തെ ഞാനും കാണുന്നു, എന്നെ കാണുന്ന ദൈവത്തെ ഞാനും കാണുന്നു. സങ്കീർത്തനം 123 നമ്മളിങ്ങനെ വായിക്കും, എൻ്റെ കർത്താവിനോട് എന്നോട് കരുണ തോന്നുവോളം എൻ്റെ കണ്ണുകൾ അവനെ തന്നെ നോക്കിയിരിക്കുന്നു. ഈശോയെ മാത്രം നോക്കുക. എവിടെയൊക്കെയാണോ കരുണ ആവശ്യം, എവിടെയൊക്കെയാണോ ഈശോയുടെ കൃപ ആവശ്യം, എവിടെയൊക്കെയാണോ ഈശോയുടെ ഉത്തരം ആവശ്യമുള്ളത്, അവിടെ എല്ലാം ഈശോ കൊടുക്കുക. ഈ കാരണങ്ങളെല്ലാം, ഈ സങ്കടങ്ങളെല്ലാം നിങ്ങളെ തളർത്തിയിട്ടുണ്ടാകാം, നിങ്ങളുടെ ശരീരത്തെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം, ആത്മാവിന് ക്ഷീണം തന്നിട്ടുണ്ടാകാം, മനസ്സിനെ ആകുലപ്പെടുത്തിയിട്ടുണ്ടാകാം. നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലേശങ്ങൾ നിസ്സാരമാണ്, വരാനിരിക്കുന്ന മഹത്വം അത്ര വലുതാണ്. കാരണം നമ്മൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ടാണ്. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. 2 കൊറിന്തോസ് 4:7 കരങ്ങൾ 2 ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നിന്നെ കാണുന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ശക്തിയോടെ സ്തുതിച്ചോ. എല്ലാ സങ്കടങ്ങൾ, വേദനകൾ, ആകുലതകൾ, എല്ലാ ഭയങ്ങളും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. ആധിപത്യം എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. ആ പരമമായ ശക്തി എൻ്റെ ഈശോയ്ക്ക് മാത്രമാണ്. എല്ലാ ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് ഈ ആകുലതകളെ, വേദനകളെ, സങ്കടങ്ങളെ എല്ലാം ഈശോ കൊടുത്തു. കുടുംബത്തിന്റെ ആവശ്യങ്ങളെല്ലാം ഈശോ കൊടുക്കുക. ഈശോയെ, നസറായനായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുന്ന, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തെ ആരാധിക്കുന്ന ഈ മക്കളിലേക്ക്, നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് അങ്ങ് ഇപ്പോ രാജാവായ ഞങ്ങളുടെ ആധിപത്യം ഏറ്റെടുക്കണമേ. എല്ലാ സഹനങ്ങളുടെ മേലും ആധിപത്യം ഏറ്റെടുക്കണമേ. എല്ലാ ക്ലേശങ്ങളുടെ മേലും അങ്ങയുടെ ആധിപത്യം ഏറ്റെടുക്കണമേ. കഷ്ടപ്പാടുകളുടെ മേൽ, രോഗങ്ങളുടെ മേൽ, പീഡകളുടെ മേൽ, പൈശാചിക ശക്തികളുടെ മേൽ അങ്ങയുടെ ആധിപത്യം ഉറപ്പിക്കണമേ. മരണഭയത്തിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കണമേ. രോഗത്തിന്റെ മേൽ, പരാജയത്തിന്റെ മേൽ അങ്ങയുടെ ആധിപത്യം ഏറ്റെടുക്കണമേ. പരമമായ ശക്തി എന്റെ ഈശോടത് മാത്രമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം. മറ്റൊന്നിലേക്ക് ശ്രദ്ധ പോകണ്ട. അപ്പുറയോ അപ്പുറയോ നിൽക്കുന്നവരെ, കൂടെയുള്ളവരെ ഒന്നും ശ്രദ്ധിക്കണ്ട. ആധിപത്യം എൻ്റെ കർത്താവിനാണ്. ആരാധന എൻ്റെ ഈശോയ്ക്ക് മാത്രമാണ്. സർവശക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ മുമ്പിൽ എല്ലാ തടസ്സങ്ങളും ചിതറി മാറും. ആരാധിച്ച ജനത്തിന്റെ മുമ്പിലാണ് ജെറീക്കോ കോട്ട തകർന്നു വീണത്. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്ന ആ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ ആരാധിച്ചപ്പോഴാണ് ചങ്ങല പൊട്ടിയത്, ബന്ധിതരെല്ലാം മോചിതരായത്. നിന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങലകൾ, നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന കാരാഗ്രഹങ്ങൾ, നിന്റെ മുൻപിലുള്ള ജെറീക്കോ കോട്ട, നിന്റെ കുടുംബത്തിന് മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങൾ എല്ലാം ഈശോയെ ആരാധിക്കുമ്പോൾ തകർന്നു വീഴും. ഈ ക്ലേശങ്ങൾ നിസ്സാരമാണ്. വരാനിരിക്കുന്ന മഹത്വമോ അനുപമമായതും ഉപമിക്കാൻ പറ്റാത്തത്, വർണ്ണിക്കാൻ പറ്റാത്തൊരു മഹത്വത്തിലേക്ക് ഈശോ നിങ്ങളെ നയിക്കും. ശക്തിയോടെ കരങ്ങളടിച്ച്, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ അവിടുത്തെ ആരാധിക്കും. ഈശോയെ ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ശക്തിയോടെ കരങ്ങളടിച്ചു. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം, ദേഹി, ആത്മാവി, സമാധാന, സന്തോഷം ദാനമായി നാഥൻ നൽകിടും. ദേഹം, ദേഹി, ആത്മാവി, സമാധാന, സന്തോഷം ദാനമായി നാഥൻ നൽകിടും. കരങ്ങൾ ഉയർത്തിയടിച്ചേ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ.
എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. അങ്ങേ ആരാധിക്കുന്ന മക്കളിലേക്ക് അങ്ങയുടെ സൗഖ്യവും അങ്ങയുടെ വിടുതലും നൽകണമേ. കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ ശാന്തിയെ സമാധാനം അയക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ എല്ലാ നിയോഗങ്ങളിലേക്കും അങ്ങ് ഉത്തരം കൊടുക്കണമേ. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം തുറക്കപ്പെടട്ടെ. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. ഈശോയുടെ ശക്തിയുള്ള നാമത്തിൽ മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. രോഗപീഠകൾ മാറി നിൽക്കട്ടെ. പൈശാചിക പ്രലോഭനങ്ങൾ തോറ്റു പിന്മാറട്ടെ. ആധിപത്യം എന്നും എന്നേക്കും ഈശോടത് മാത്രമാണ്. പരമമായ ശക്തി ഈശോടത് മാത്രമാണ്. റോമ 16:20 വചനത്തിന്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവ്, അത്യുന്നതനായ ദൈവം ശത്രുവായ തിന്മയെ, സാത്താനെ നിന്റെ കാൽച്ചോട്ടിലാക്കി ഞെരിച്ചു കളയും. ഈശോയെ, ഞങ്ങളെ പ്രലോഭിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും, ഞങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും, അവന്റെ എല്ലാ മേഖലയിലേക്ക് അങ്ങയുടെ ആധിപത്യം ഞങ്ങൾ ചോദിക്കുകയാണ്. അധികാരം അങ്ങയുടേത് മാത്രമാണ്. അങ്ങേ ആരാധിക്കുന്ന ഞങ്ങളുടെ മേലേക്ക് അങ്ങയുടെ ആധിപത്യം, അധികാരം ഏറ്റെടുക്കണമേ. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒരിക്കൽ കൂടി ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് അങ്ങയുടെ മക്കളുടെ വിശ്വാസത്തെ അങ്ങ് സ്ഥിരീകരിക്കണമേ. അങ്ങിലാണ് ഇവർ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെന്ന് ലോകത്തിന്റെ മുഴുവൻ മുമ്പിലും പ്രഖ്യാപിക്കാൻ അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ഇവരുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ സമയം തന്നെ അയക്കണമേ. അടയാളങ്ങൾ പ്രവർത്തിച്ച് അങ്ങ് സംസാരിച്ച വചനത്തെ അങ്ങ് തന്നെ സ്ഥിരീകരിക്കണമേ. ഞങ്ങൾ ഏറ്റുപറഞ്ഞ വചനത്തെ അങ്ങ് തന്നെ സ്ഥിരീകരിക്കണമേ. ഈശോയെ, വലിയ വിടുതലും വലിയ ശാന്തിയും സമാധാനവും സൗഖ്യവും മാനസാന്തരങ്ങളുടെ മക്കളിലേക്ക്, ഈ ആരാധന സമൂഹത്തിലേക്ക്, ഇവരുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ സമയം അങ്ങ് അയക്കണമേ. അങ്ങ് ഏക സത്യദൈവമാണെന്നും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും പ്രഖ്യാപിക്കാൻ ഈ സമയം തന്നെ വലിയ അടയാളങ്ങൾ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അടയാളങ്ങളിലൂടെ ഞങ്ങളുടെ മഹത്വം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് അയക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കളിലേക്ക്, വിദ്യാർത്ഥിനികളിലേക്ക്, യുവജനങ്ങളിലേക്ക്, ഞങ്ങളുടെ മാതാപിതാക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന എല്ലാവരിലേക്കും കർത്താവേ, ഈ സമയം അങ്ങയുടെ ശക്തമായ കരം നീട്ടണമേ. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിന്ന് ആരാധിക്കുന്ന ഞങ്ങളുടെ മക്കളിലേക്ക് നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു സ്നേഹം, വലിയൊരു പ്രത്യാശ, വലിയ വിശ്വാസം അങ്ങേക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശ്വരാധന, ആരാധന, 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 ആരാധന. ഈശോയെ, 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 ആരാധന, 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 ഈശോയെ, ഈശോയെ, ആരാധന, 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 ആരാധന. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ഈശോയെ തന്നെ നോക്കിക്കോ. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യാശിക്കാൻ മറ്റാരുമില്ല, ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങൾ മുറുകെ പിടിക്കുന്നതിന് ഒറ്റ കാരണം അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. പത്രോസിലെ 1 ലേഖനം 3 അധ്യായം 8 വാക്യം, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങൾ നന്മ ചെയ്യും. ഞങ്ങൾ അങ്ങേ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറയും. ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന പ്രത്യാശ മറ്റുള്ളവരോട് പറയാൻ ഞങ്ങൾ തയ്യാറെടുക്കും. ഞങ്ങൾ അങ്ങേ സാക്ഷ്യപ്പെടുത്തും. അങ്ങേ സാക്ഷ്യപ്പെടുത്താൻ അങ്ങ് ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണമേ. അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ മാത്രമല്ല കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിലൂടെ, അങ്ങ് തരുന്ന സ്നേഹത്തിലൂടെ, അങ്ങ് ഏക സത്യദൈവമാണെന്നും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രഘോഷിക്കാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. അങ്ങേക്കെന്നും കൃതജ്ഞത അർപ്പിക്കാൻ, അങ്ങയെ സ്നേഹിക്കാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് ഹഗാർ പ്രാർത്ഥിച്ചതുപോലെ എന്നെ കാണുന്ന എൻ്റെ ദൈവത്തെ
ഞാനും കാണുന്നു. എൽറോയി, എന്നെ കാണുന്ന എൻ്റെ ദൈവത്തെ ഞാനും കാണുന്നു. ഈശോയെ, ഈ ആരാധനയിൽ പ്രാർത്ഥിച്ച എൻ്റെ സങ്കടങ്ങൾ, വേദനകൾ കാണാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. കാണാൻ അങ്ങുണ്ട്, കേൾക്കാൻ അങ്ങുണ്ട്, സഹായിക്കാൻ അങ്ങുണ്ട്. എൽറോയി, എന്നെ കാണുന്ന നിലവിളി ഈശോയെ കേട്ടവനൻ, ഈശോയെ ചാരേയണഞ്ഞെന്നെ ചേർത്തണയ്ക്കും. ഹാഗാറിൻ നിലവിളി കേട്ടവനൻ, ചാരേയണഞ്ഞെന്നെ ചേർത്തണയ്ക്കും. ഈശോ പിതാവാണെന്നാശ്രയം, എന്നാത്മശക്തിയും സങ്കേതവും. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. ആ പിതാവാണ് എൻ്റെ ആശ്രയം, ആ ദൈവമാണ് എൻ്റെ ബലം. ആ ബോധ്യത്തോടെ, ആ ബോധ്യമുള്ളിലേക്ക് എന്നും നിറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ ആശീർവാദം സ്വീകരിക്കുക. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ആ പിതാവാണ്, ആ ദൈവമാണ് എൻ്റെ ബലം, അവിടുന്ന് മാത്രമാണ് എൻ്റെ പ്രത്യാശ. എന്നെ കാണുന്ന എൻ്റെ ദൈവത്തെ ഞാനും കാണുന്നു. ഈശോയെ, അങ്ങയുടെ നേരെ കരം നീട്ടിപ്പിടിച്ചിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഈ സമയം അവരെന്താണോ ആഗ്രഹിച്ചത്, അവരെന്താണോ പ്രാർത്ഥിക്കുന്നത്, ആ നന്മ, ആ അനുഗ്രഹം അവർക്ക്, അവരുടെ കുടുംബത്തിന് അങ്ങ് ഈ സമയം ചൊരിയണമേ. അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് അഭയംഗമിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ ഈ ആശീർവാദം സ്വീകരിക്കുന്ന ഞങ്ങളുടെ മേൽ അങ്ങ് ഉണർന്ന് പ്രശോഭിക്കണമേ. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. അങ്ങ് മാത്രമാണ് എൻ്റെ ബലം, അങ്ങയിൽ മാത്രമാണ് എൻ്റെ ആശ്രയം. പ്രാർത്ഥനയോടെ ആശീർവാദം സ്വീകരിക്കാം. ശാന്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, 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 ആരാധന. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, യേശുവേ, ആരാധന, ആരാധന.